അയൺ ചെയ്യുമ്പോൾ തുണി അതിലൊട്ടാണെന്ന് കുറെ ദിവസം അമ്മേന്റെ പരാതി. ഞാൻ ഇത് കേട്ട് മടുത്തപ്പോൾ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ടെത്തിയ ഒരു പരിഹാരമാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അൺബോക്സിംഗിലുള്ളത്. സ്റ്റീം അയൺ ടെഫ്ലോൺ ഷൂ കവർ എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേരെങ്കിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത് അയൺ മെഷീൻ കവർ ചെയ്യാനുള്ള സാധനം അങ്ങനെ ആ ഒരു ടൈപ്പിലൊക്കെ ഉണ്ടോ എനിക്ക് എന്റെ ഭാഷയിൽ. പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോഴാണ് ഇതിന്റെ പേര് ശരിക്കും ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇനി പേരിനൊരു കനവും ഗാംഭീര്യമൊക്കെ ഉണ്ടെങ്കിലും ഈ സംഭവം അത്രയ്ക്ക് കനവും ഗാംഭീര്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ സത്യത്തിൽ വിചാരിച്ചത് കുറച്ച് കട്ടിയുള്ള ഒരു സംഭവം വരുന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കട്ടിയൊന്നുമില്ല കേട്ടോ. ഇതേത് മെറ്റൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഹീറ്റ് പ്രൊട്ടക്ടർ ആണല്ലോ. അപ്പൊ ഈ വാഗ്ദാനങ്ങളിൽ പറയുന്ന പോലെ ഈ സാധനം യൂസ്ഫുൾ ആണോ നോക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് അയൺ മെഷീനിൽ ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടോ. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നല്ലോണം ഉരുക്കി പോണ മെറ്റീരിയൽസ് ഉണ്ടാവില്ല, കുറച്ച് ചൂട് കൂട്ടിയിട്ടാലൊക്കെ. എന്നാൽ ചൂട് കൂട്ടിയിട്ടാലേ അത് പക്കായിട്ട് കിട്ടുള്ളൂ എന്നുള്ള മെറ്റീരിയൽസ് ഒക്കെ ഫുള്ളിലിടാതെ, അതായത് കോട്ടണിക്ക് എത്തിക്കാതെ അതിന്റെ കുറച്ച് മുന്നേ ഉള്ള ആ ഒരു ഹീറ്റിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒട്ടണും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫുൾ കോട്ടണിക്ക് ഇടുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ഒട്ടണില്ലാന്നെങ്കിലും പോലും മെറ്റീരിയൽ ചെറുതായിട്ട് ഡാമേജ് ആവുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്രത്തോളം കൂട്ടിയിടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ഹീറ്റിന് അയൺ ചെയ്തെടുക്കാൻ എന്തായാലും ഇപ്പൊ പറ്റുന്നുണ്ട് കേട്ടോ. അതോടെ അമ്മേന്റെ പരാതി അങ്ങോട്ട് തീർന്നു.